അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ കുറേ നാളായി ഞാൻ എൻ്റെ ഫേസിൽ ലേസർ അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം ഞാൻ ഇന്നലെ ലേസർ അടിക്കാൻ പോയി കേട്ടോ. പക്ഷേ എനിക്ക് ലേസർ അടിക്കാൻ പറ്റിയില്ല. ഡോക്ടർ പറഞ്ഞു നീ ലേസർ അടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചില പരിപാടികളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈഫിൽ മാറ്റങ്ങൾ വരുവാണ്. ഇപ്പം നമ്മൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആണ് ഞാൻ ലേസർ അടിക്കാൻ പോയത്. അപ്പം ലേസർ അടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു നീ ലേസർ അടിക്കേണ്ട, 1-2 സിറ്റിങ്ങിൽ നമുക്ക് കറക്റ്റ് സ്കാർ, ഈ ക്യാമറ കാണുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ, എനിക്ക് സ്കാറുണ്ട്, ചെറിയ സ്കാറുണ്ട്. അത് പാടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഒട്ടും മനസ്സിലാവാത്തത് കേട്ടോ. അപ്പൊ ഡോക്ടറെ അടുത്ത് ഞാനിങ്ങനെ പോയി ലേസർ അടിക്കാൻ പറ്റാത്തത് ഭയങ്കര വിഷമം. പക്ഷെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, ലേസർ അടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമല്ല. പിന്നെ കുറച്ച് 2-3 കണ്ടില്ലേ ഇവിടെ ഗുണ്ട കുരു, 2-3 കുരു ഉണ്ട്. പിന്നെ ലേസർ അടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്ത് ചെയ്യുന്നത്. അപ്പൊ കുരു ഇങ്ങനെ എന്താ പറയാ, ഇപ്പത്തെ എന്റെ പിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമുക്ക് നല്ല പസ്സുള്ള കുരു അല്ലേ വരുന്നത്, അതല്ല, ആ ടൈപ്പ് കുരു അല്ല കേട്ടോ. ഇപ്പൊ എന്റെ കണ്ടീഷൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫേസിൽ വരുന്ന ഒരു പിമ്പിൾസിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ചെറിയ തരി പോലത്തെ കുരുവും ഇടയ്ക്ക് മാത്രമേ ഭയങ്കര പസ്സുള്ള കുരു വരുന്നുള്ളൂ കേട്ടോ, നല്ല പഴുപ്പുള്ള കുരു വരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് നോർമലി നമുക്ക് ഇങ്ങനെ ചൂട് കാലത്തൊക്കെ വരുന്ന പോലെയും അല്ലെങ്കിൽ ഒരു ചെറിയ കുരുക്കൾ ഉണ്ടാവില്ലേ, അങ്ങനെ ഫേസിൽ കുരു ഉണ്ട്. അപ്പൊ ഡോക്ടർ പണ്ടേ എനിക്ക് തന്നൊരു ഓയിൽമെന്റ് ആയിരുന്നു ഫേസ്ലിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ക്ലിൻഡാമൈസിൻ നിക്കോട്ടമൈഡ് ജെല്ലാട്ടോ. അപ്പൊ ഇത് ഫേസ്ലൈൻ എന്ന് പറയുന്ന ഈ ഓയിൽമെന്റ് എനിക്ക് പണ്ടേ നല്ല ആക്റ്റീവ് ആക്നെ ഉള്ള സമയത്തെ ഡോക്ടർ എനിക്ക് തന്നതാട്ടോ. അപ്പോൾ ഞാനിത് കുറേ വർഷമായിട്ട് നിർത്തിയതാണ്. അല്ല, കുറേ വർഷം എന്നല്ല, കുറേ മാസങ്ങളായിട്ട് പിമ്പിൾസ് ഒന്നും വരാത്തത് കൊണ്ട് ഞാനിത് നിർത്തിയതാണ്. പക്ഷെ ഡോക്ടറുടെ അടുത്ത് കഴിഞ്ഞ ദിവസം പോയ സമയത്ത് എനിക്ക് ഡോക്ടർ ഇത് തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് യൂസ് ചെയ്യണം, ഇപ്പോൾ കുറച്ച് സ്കിൻ പ്രോഡക്റ്റ് ഒക്കെ ഞാൻ മാറ്റാൻ ഒക്കെ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ഇത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടില്ല, അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ഈ ഓയിൽമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ആക്നെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ആക്നെ ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ചെങ്കിലും ആക്നെ ഉണ്ടാവില്ലേ, ഭയങ്കരമായിട്ടുള്ള ആക്നെ അല്ലെങ്കിലും കുറേയൊക്കെ ആക്നെ ഉണ്ടാവില്ലേ. എങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരിക, ഞാൻ എവിടെയെങ്കിലും ഒരു ഫോട്ടോ ഇടും, ഭയങ്കര പഴുത്ത് നിൽക്കുന്ന ആക്നെ അല്ലാതെ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്നെ അല്ലാതെ നോർമൽ ആക്നെ ഒക്കെ ഉണ്ടാവില്ലേ, ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ സ്പ്രെഡ് ആവാതെ കുറച്ചിങ്ങനെ എന്താ പറയാ നോർമൽ ഓയിലി സ്കിന്നിൽ വരുന്ന ആക്നെ, അല്ലാണ്ട് വൈറ്റനിങ് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് വരുന്ന സൈഡ് എഫക്റ്റ് ഉള്ള ആക്നെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ ആക്നെ ഉള്ളവർക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാട്ടോ. ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. കുറേ ക്ലിൻഡാമൈസിൻ ക്രീംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം കേട്ടോ, ഞാൻ ഒരുപാട് ക്ലിൻഡാമൈസിൻ ബേസ്ഡ് ആയിട്ടുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും വലിയ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. നല്ല മഴ കേട്ടോ, പുറത്ത് ശ്വാസം എടുത്ത് സംസാരിക്കുന്നത്, എന്തോ ഭയങ്കര ജലദോഷവും മൂക്കടപ്പും പിന്നെ പുറത്തുള്ള മഴയുടെ ശബ്ദമൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ഹെവി ആയിട്ട് ഒച്ചയെടുത്തിട്ട് വയ്യാതെയാവുന്നുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ നമുക്ക് ഈ ആക്നെ മീൻസ് നല്ല അങ്ങനത്തെ ആക്നെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ട് വരുന്ന സെൻസിറ്റീവ് ആക്നെ ഉണ്ടല്ലോ, അതല്ല കേട്ടോ, അത് ഭയങ്കര ഇതാ. അത് നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് വേണം നമ്മുടെ മുഖത്ത് എന്തും പോരട്ടെ. പക്ഷെ അല്ല, നമ്മുടെ ഹെൽത്തി സ്കിന്ന്, നമ്മുടെ അത്രയും കുഴപ്പമില്ലാത്ത സ്കിന്ന്, ഓവർ സെൻസിറ്റീവ് അല്ലാത്ത സ്കിന്ന്, ആർക്ക് പിമ്പിൾസ് വരുന്നവരില്ലേ, അവർക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാട്ടോ. ഇത് ഒന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം. ഫേസ്ലിൻ എന്നാണ് പേര്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വെച്ച് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യുക. ഇതൊന്ന് അത്യാവശ്യം മീൻസ് വാരി പൊത്തല്ല, ഇതൊരു ജെൽ ബേസ്ഡ് ആണ്, ജെല്ലാണ്, ജെൽ ഫേസ് ഓയിൽമെന്റ് ആണ്. അപ്പൊ ഇത് എടുത്തിട്ട് കുറച്ചൊന്ന് പിമ്പിൾ ഉള്ളിടത്ത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ആക്നയുടെ ബാക്ടീരിയ ഒന്നും മറ്റു സ്ഥലങ്ങൾക്ക് എന്താ പറയുക സ്പ്രെഡ് ആവാതെ പെട്ടെന്ന് ആക്നെ പോയി കിട്ടും. ഭയങ്കരമായിട്ട് നമുക്ക് ആക്നെ വരുന്നുള്ള ഒരു പ്രശ്നം കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു മസ്റ്റായിട്ട് ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. കുറേ ക്ലിൻഡാമൈസിൻ യൂസ് ചെയ്ത് മടുത്തവരാണെങ്കിൽ ഈ ഓയിൽമെന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിത് ഭയങ്കര വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇതെനിക്ക് അത്രയും എന്താ പറയുക
എൻ്റെ ആക്നെ പോവാൻ എനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമായിരുന്നു ഇത്. അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മോർണിംഗ് വാഷ് ചെയ്യുക ഫേസ്, എന്നിട്ട് മോർണിംഗ് ആണ് ഇടേണ്ടത്. 2 നേരം ഇപ്പം നൈറ്റ് ചിലവർ കുറേ വിറ്റാമിൻ സി അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മോർണിംഗ് യൂസ് ചെയ്താൽ മതി. മോർണിംഗ് ഇത് യൂസ് ചെയ്യുക. ഇത് തേച്ചതിന് ശേഷം ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ സൺസ്ക്രീൻ ഇടണം. ഇതിൻ്റെ മേലെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇതെന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട കേട്ടോ, മസ്റ്റ് ആണ്. പിന്നെ ഈവനിങ് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു വൈകുന്നേരം ഈ പറഞ്ഞ പോലെ നമ്മൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു നേരം യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് രാവിലെയും വൈകുന്നേരവും എല്ലാത്തിൻ്റെയും കൂടെ മേലെ ഒന്നും ഇടണ്ട. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ വൈകുന്നേരം ഒന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ബെഡ് ടൈം ആകുമ്പോൾ നന്നായിട്ട് തേച്ചിട്ട് കിടന്നാലും മതി. പിമ്പിൾസ് ഒക്കെ പോവും. അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആട്ടോ. എനിക്ക് അത്രയും വിശ്വാസമുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ്. വിശ്വാസം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ അതിൻ്റെ മുന്നേ ഇതിൻ്റെ റിവ്യൂ ഞാൻ ലൈറ്റ് ആയിട്ട് പറഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തില്ല. പക്ഷെ ഇന്നലെ എനിക്കിത് വീണ്ടും ഡോക്ടർ ഇത് മേടിക്കാൻ തന്നു. കാരണം എനിക്ക് അല്ലറ ചില്ലറ പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും സ്കിന്ന് ഇപ്പം കെയർ ചെയ്യുന്നില്ല. ഞാൻ ഒട്ടും സ്കിന്ന് കെയർ ചെയ്യാതെ വിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പിമ്പിൾസ് ഓയിലൊക്കെ ആയി, കുറച്ചൊന്ന് പിമ്പിൾസ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ലേസർ അടിക്കാനൊക്കെ ഇങ്ങനെ വൈകിപ്പോയി. ഞാൻ ലേസർ അടിക്കാൻ എനിക്കിനി സമയമില്ല. കാരണം എനിക്ക് കുറേ പരിപാടികൾ മുന്നോട്ടുണ്ട്. അപ്പം എനിക്ക് ലേസർ അടിക്കാനുള്ള ഒട്ടും സമയമില്ല. അപ്പോൾ സാധാരണ നമ്മളൊരു ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിയുമ്പോൾ അവരാളെ കിട്ടാൻ കാത്തു നിൽക്കും. ലേസർ ഒറ്റ സിറ്റിംഗ് മതിയാവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളങ്ങനെ ലേസർ അടിപ്പിക്കും. പക്ഷേ ഈ ഡോക്ടർ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മാക്സിമം ചെയ്യണമെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ നമ്മളടുത്ത് അങ്ങനെ പുഷ് ചെയ്യത്തില്ല. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇപ്പം നീ ലേസർ അടിക്കാൻ നിനക്ക് അധികം സമയമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയാം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാക്കി ഞാൻ വഴിയെ പറയാം. അപ്പം ആ കാരണങ്ങളൊക്കെ കൊണ്ട് നിനക്ക് ഒറ്റ സിറ്റിങ്ങിൽ എന്തായാലും ഈ ലേസർ അടിച്ചാൽ മാറത്തില്ല. പിന്നെ ഒട്ടും വെയിൽ കൊള്ളാൻ പാടില്ല. അപ്പം അതിൻ്റെതായ സമയം എടുക്കും. അത് നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്താലേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം അതിനുള്ള സമയം എനിക്കില്ലാത്തതുകൊണ്ട് ഡോക്ടറിനോട് വ്യക്തമായി തുറന്നു പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ലേസർ അടിക്കണ്ട, നമുക്ക് പിന്നീട് എപ്പോഴേലും നോക്കാം. ചിലപ്പോൾ അതിന് മാത്രം സീനൊന്നുമില്ല, സീൻ അത്രയ്ക്കും വൃത്തികേടായിട്ടില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്താക്കാം, നമുക്ക് ലേസർ അടിക്കണ്ട, തൽക്കാലം നമുക്ക് ഓയിൽമെന്റ്സ് ഒക്കെ തേക്കാന്നുള്ള എനിക്ക് മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അതിന്റെ റിവ്യൂ ഞാൻ ഇടാം. കാരണം ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. അപ്പോൾ അത് ഞാൻ ഒറ്റയടിക്ക് മരുന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് റിവ്യൂ തന്നിട്ട് കാര്യമില്ല. ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. സ്കാർ റിമൂവലിൻ്റെ കേട്ടോ ആ റിവ്യൂ വരിക. അപ്പോൾ ഇത് നമുക്ക് പിമ്പിൾസ് ഉണ്ട്, ചെറിയ ആക്നീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പിമ്പിൾസ് പോവുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ക്യാപ്സൂൾ ഉള്ളോട്ട് എടുക്കണ്ട. പിന്നെ ഹോർമോൺ ഇംബാലൻസ് മൂലം വരുന്ന ആക്നെ എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ് ട്രീറ്റ്മെൻ്റ് ആണ്. അതൊരു 6 മന്ത് ട്രീറ്റ്മെൻറ്റ്സ് തന്നെയാണ്. പിന്നെ നമ്മൾ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന പിമ്പിൾസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഒരു 6 മന്ത് പ്രൊസീജിയറാണ്. അതൊക്കെ നമ്മൾ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്ത് എന്നൊക്കെ ഇപ്പം നോക്കണം. പക്ഷെ ഒരു 20-22 വയസ്സിലേക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന മാറ്റത്തിൽ അല്ലെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുമ്പോൾ ഉള്ള ചെറിയ ആക്നേസ് ഒക്കെ ഫേസിൽ വരുന്നുണ്ട്. നോർമൽ ആയിട്ടുള്ള ആക്നേസ്, അത് 1-2 ആക്നെ വരുന്നെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി നിങ്ങൾ അതും ഇതും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ചെറിയ രീതിക്ക് ഇങ്ങനെ ആക്നെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നവർക്കൊക്കെ ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാവുന്നതാട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കുറേ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ എനിക്ക് ഒട്ടും സമയമില്ല. ജോലിക്ക് പോക്കും വരവും ഇതൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള തുച്ഛമായ എൻ്റെ സമയം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്കൊരു ഊർജം വരുത്തുള്ളൂ. പിന്നെ ഇവിടെ നല്ല മഴയാണ്. 2 ദിവസം വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ജോലിക്ക് പോകാനും വരാനൊക്കെ കുറച്ച് സമാധാനമായിരുന്നു. ഇന്നാണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. എങ്ങനെ ഈ മഴയത്ത് പോകുമെന്നോ ഒരു ഐഡിയ ഇല്ല. മഴ കുറഞ്ഞിട്ട് വേണം ഇറങ്ങി ഓടാൻ.
പിന്നെ മഴയൊക്കെയാണ്, ശ്രദ്ധിക്കുക, വെള്ളമൊക്കെ തിളപ്പിച്ചൊക്കെ കുടിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പണി കിട്ടും. എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. തൊണ്ടവേദനയും ജലദോഷവും അതും ഇതൊക്കെ ആയിട്ട് പെട്ടെന്ന് രോഗങ്ങൾ വരാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പൊ എല്ലാവരും കെയർ ചെയ്യുക, ഒരു സെൽഫ് കെയർ ആയിട്ടിരിക്കുക. രോഗങ്ങളൊക്കെ വരാതെ നോക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, നല്ല ശുദ്ധമായ ഫുഡ് മാത്രം കഴിക്കുക. പുറത്തുനിന്നുള്ള കഴിപ്പൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെയ്തു വരുന്ന കാര്യം, ഞാനിപ്പോൾ അധികം പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല. ഞാൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഹെൽത്ത് ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് കാലമായിട്ട്, ഒരു വർഷമായിട്ട് ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ശരിക്കും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഓട്ടവും ചാട്ടവും അവിടെ ഇവിടെയും പോക്കും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പൊ ഇനി കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു. സ്കിന്നിനൊക്കെ കെയർ ചെയ്ത് ഒന്ന് പളപളയൊക്കെ ആക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും